നമസ്കാരം. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിലുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം വ്യാഴം രാശി മാറുന്നു, രാഹു രാശി മാറുന്നു, കേതു രാശി മാറുന്നു, ശനി രാശി മാറുന്നു. ഈ രാശി മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് ഈ നക്ഷത്രത്തെ അല്ലെങ്കിൽ ഈ രാശിക്കാരെ ബാധിക്കുന്നത്? വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ വ്യാഴം അതിൻ്റെ 8ാം രാശിയിൽ നിൽക്കുമ്പോൾ കാര്യതടസ്സങ്ങൾ നിങ്ങളെ പിന്തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അതിനോടൊപ്പം തന്നെ ശത്രുദോഷം, കൂടെ നിൽക്കുന്ന വ്യക്തികളെല്ലാം ശത്രുക്കളായി മാറുന്നു. നമ്മോടൊപ്പം നിൽക്കും എന്ന് കരുതിയ ഉറ്റ സുഹൃത്തുക്കൾ വരെ ശത്രുക്കളായി മാറുന്ന ഒരു സമയം. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായും മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതിനോടൊപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടത്തുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പേരും നക്ഷത്രവും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അതിലൊന്ന് എഴുതുകയും ചെയ്യുക. വിവാഹ പ്രശ്നമാണോ, കുടുംബ പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ജോലി പ്രശ്നമാണോ, ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൂജ നടക്കുന്നത്, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നടക്കുന്ന പൂജയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഗുണപരമായ അനുഭവങ്ങൾ ലഭിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരാൾക്കെങ്കിലും ഇതൊരു ഗുണപരമായി ഉണ്ടായാൽ, അതിനെ ഒരു അനുഭവം ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ഒരു നേട്ടം അത് തന്നെയാണ്. വെറുതെ വീഡിയോ കണ്ടു പോകാതെ നിങ്ങളുടെ പേര് നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും ആൾക്കാർ നമ്മളുടെ പൂജയിൽ പങ്കെടുക്കുന്നു, നമുക്കത് നേട്ടമുണ്ടാകുന്നു. കാരണം ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് എഴുതിയിടുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ മാസത്തിലും ഈ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഗുണപരമായ മാറ്റം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ജാതകഫലമെല്ലാം ഫോണിലൂടെ തന്നെ അറിയുവാൻ സാധിക്കും. അപ്പോൾ വ്യാഴം രാശി മാറിയിരിക്കുന്നത് നമുക്കൊരുപാട് ദോഷങ്ങൾ വരികയാണ്. പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. തുടർന്ന് ശനി നിൽക്കുന്നത് രാശിയുടെ 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. വൃശ്ചികൻ രാശിയുടെ 5ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ മനസ്സിന് ധൈര്യക്കുറവ്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ മദ്യപാന ടെൻഡൻസിയുള്ള വ്യക്തികൾക്ക് ആ ടെൻഡൻസി 4 ഇരട്ടിയായി വർദ്ധിക്കും. അങ്ങനെ ഒരു ദോഷഫലമൊക്കെ ഉണ്ട്. മദ്യപാന ടെൻഡൻസി അത് കൂടിക്കൊണ്ടേയിരിക്കും. ഈ മദ്യപിക്കാൻ ചെറിയ താല്പര്യമുള്ളവർക്ക് അതൊന്ന് മദ്യപിച്ചേക്കാമെന്നൊരു തോന്നും. അതിൽ ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, മദ്യം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഒരുപാട് ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനോടുള്ള ആസക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഒന്ന് സൂക്ഷിക്കുക, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ ധനം ചിലവാകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ശനിയുടെ ഈ ദോഷം കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മന്ദഗതികൾ, എല്ലാ കാര്യത്തിനും വളരെ സമാധാനമായിട്ട് പതുക്കെ, തടസ്സമൊന്നും, എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ലാത്ത മട്ടിലാണ് ഓരോരുത്തരും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിന് ധൈര്യമില്ലാത്ത വ്യക്തികളാണ്. വളരെ പേടിയും അല്ലെങ്കിൽ പരാജയഭീതിയും ഇതെല്ലാം ഉള്ള വ്യക്തികൾ. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഇതിൽ തന്നെ വ്യാഴം അഷ്ടമത്തിൽ നിന്ന് നെഗറ്റീവായ അനുഭവങ്ങൾ, ശനി 5 നിൽക്കുമ്പോൾ അതും ദോഷപരമായ അനുഭവങ്ങൾ, ഒരു മന്ദഗതി, എപ്പോഴും ഉറക്കം, മടി, അലസത, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും.
സർപ്പനാണെങ്കിൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. സർപ്പം 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, വീട്ടിൽ കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അറ്റകുറ്റപ്പണികൾ കൂടിക്കൊണ്ടിരിക്കുന്നു, വീട്ടു സാധനങ്ങൾക്ക് ചിലവ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവിക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, വിജയിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിനുള്ളിൽ മനസ്സമാധാനം കിട്ടാത്തൊരവസ്ഥ, കുടുംബ സ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടും നമുക്ക് ഉപകാരമില്ലാത്തൊരവസ്ഥ, കുടുംബസ്വത്ത് ക്ഷയിച്ചിരിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേതു നിൽക്കുന്നത് ജന്മത്തിൻ്റെ 10-ാം ഭാവത്തിൽ. അപ്പോൾ കർമ്മരംഗത്തും തടസ്സം. അപ്പോൾ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ദോഷഭാവത്ത് തന്നെയാണ് നിൽക്കുന്നത്. കേതുവും 10-ൽ നിൽക്കുമ്പോഴത്തേക്ക് ജോലിയിൽ മടി, അലസത, ജോലി കിട്ടാത്തൊരവസ്ഥ, നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥ, ജോലി ഇല്ലാത്ത ഒരവസ്ഥ, ദാരിദ്ര്യങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ഒരു രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായി ഓരോ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇങ്ങനെ സംശയം, നമുക്ക് വ്യാഴം ഗുണം ചെയ്യുന്നു, അപ്പോൾ ശനി ദോഷം ചെയ്യുന്നു, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതാണ് ഞാനിവിടെ വ്യക്തമായി ലഘുവായി പറഞ്ഞു പോകുന്നത്. പലതരം ദോഷങ്ങൾ വരികയാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി. പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ശനിദോഷ പരിഹാരത്തിന് അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയായിരിക്കും. ഇവിടെ സർപ്പദോഷം മാറുന്നതിന് ഐല്യപൂജ നടത്തുകയും നാഗർക്ക് 100 പാലും എല്ലാം നടത്തി വരുന്നത് നല്ലതായിരിക്കും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും നാരങ്ങ മാല ചാർത്തുന്നതെല്ലാം ഉത്തമമായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗണപതി ഹോമം നടത്തുകയും ഗണപതിക്ക് നാളീകരം എല്ലാം ഉടച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും.